ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി വിജയത്തിന് പിന്നാലെ മണ്ഡലത്തിന്റെ പേര് മാറ്റാനൊരുങ്ങി പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ബി.ജെ.പി. എം.എൽ.എ. മുസ്തഫാബാദ് എം.എൽ.എ. മോഹൻ സിംഗ് ബിഷ്താണ് തന്റെ മണ്ഡലത്തിന്റെ പേര് മാറ്റാനൊരുങ്ങുന്നത്. മുസ്തഫാബാദിന് പകരം ശിവ്പുരി എന്നോ ശിവ് വിഹാർ എന്നോ പേര് മാറ്റുമെന്നാണ് പ്രഖ്യാപനം. എ.പി. സ്ഥാനാർത്ഥിയായ അദീൽ അഹമ്മദ് ഖാനെ 17,578 വോട്ടിന് തോൽപ്പിച്ചാണ് മോഹൻ സിംഗ് മുസ്തഫാബാദിൽ വിജയിച്ചത്. 2020-ൽ എ.പി. സ്ഥാനാർത്ഥിയായ ഹാജി യൂനുസ് ആയിരുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. പേര് മാറ്റുന്നതിന് മുൻപായി സെൻസസ് നടത്തും. ശേഷം മുസ്തഫാബാദിനെ ശിവ്പുരി എന്നോ ശിവ് വിഹാർ എന്നോ പേര് മാറ്റും. ഞാൻ വിജയിച്ചാൽ പേര് മാറ്റുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഞാനത് എന്തായാലും ചെയ്യുമെന്നും മോഹൻ സിംഗ് വ്യക്തമാക്കി. തന്റെ വിജയം കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ച മോഹൻ സിംഗ് മണ്ഡലത്തിൽ വികസനങ്ങൾ കൊണ്ടുവരുമെന്നും പറഞ്ഞു. അസദുദ്ദീൻ ഒവൈസിയുടെ നേതൃത്വത്തിലുള്ള AMMIM മുസ്തഫാബാദ് സീറ്റിൽ താഹിർ ഹുസൈനെ മത്സരിപ്പിച്ചെങ്കിലും 33,474 വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്താണ് എത്താനായത്. കോൺഗ്രസിന്റെ അലി മഹദി 11,763 വോട്ടുകൾ നേടി നാലാം സ്ഥാനം നേടി. അതേസമയം 27 വർഷത്തിന് ശേഷമാണ് ബി.ജെ.പി. ഡൽഹിയിൽ ഭരണം തിരിച്ചുപിടിച്ചിരിക്കുന്നത്. 70 നിയമസഭാ സീറ്റുകളിൽ 48 ബി.ജെ.പി. വിജയിച്ചു. 2020-ൽ ബി.ജെ.പിക്ക് കിട്ടിയത് 8 സീറ്റ് മാത്രമായിരുന്നു. അന്ന് 62 സീറ്റ് നേടിയ എ.പി.യെ ഇത്തവണ ബി.ജെ.പി. 22 സീറ്റുകളിൽ തളച്ചു. ഒരു കാലത്ത് തലസ്ഥാനം അടക്കി വാണിരുന്ന കോൺഗ്രസ് തുടർച്ചയായി മൂന്നാമതും 0-ൽ ഒതുങ്ങി. CPM, CPI പാർട്ടികളുടെ വോട്ട് ശതമാനം നോട്ടയ്ക്കും താഴെയാണ്. അതേസമയം ഡൽഹിക്ക് ദുരന്ത സർക്കാരിൽ നിന്നും മോചനം ലഭിച്ചുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. ഡൽഹിയിലെ ബി.ജെ.പി. ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ സ്നേഹത്തിന് നന്ദി. ഇന്ന് ഡൽഹിയിലെ ജനങ്ങൾ സന്തുഷ്ടരാണ്. മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസം അർപ്പിച്ചതിൽ ജനങ്ങൾക്ക് നന്ദി. ഡൽഹിയിൽ 100 ഇരട്ടി വികസനം കൊണ്ടുവരും. ചരിത്ര വിജയമാണ് ഡൽഹിയിൽ നേടിയത്. സാധാരണ വിജയമല്ലതെന്നും ഐതിഹാസിക വിജയമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ആഡംബരം, അഹങ്കാരം, അരാജകത്വം എന്നിവ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. വിജയത്തിന് പിന്നിൽ ബി.ജെ.പി. പ്രവർത്തകരുടെ പരിശ്രമമാണ്. ഡൽഹിയിലെ ജനങ്ങൾ ദുരന്ത പാർട്ടിയെ പുറന്തള്ളി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വിജയം രചിച്ചിരിക്കുകയാണ്. ഡൽഹി മിനി ഹിന്ദുസ്ഥാനാണ്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലെ ജനങ്ങൾ ഡൽഹിയിലുണ്ട്. ഭാരതത്തിന്റെ ചിന്തയാണ് ഡൽഹിയിൽ കണ്ടത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബി.ജെ.പി. മധ്യവർഗത്തിന് വലിയ പിന്തുണ നൽകി. സ്ത്രീകളുടെ പിന്തുണ വലിയ ശക്തിയായി. ഡൽഹിയിലെ നാരീശക്തി തന്നെ അനുഗ്രഹിച്ചു. ജനം ബി.ജെ.പിയെ തുടർച്ചയായി വിജയിപ്പിക്കുകയാണ്. രാജ്യത്ത് ബി.ജെ.പിക്ക് എവിടെയൊക്കെ ഭരണം ലഭിച്ചോ അവിടെയെല്ലാം വികസനം നടപ്പാക്കി. ഡൽഹിയെ ബി.ജെ.പി. ആധുനികവൽക്കരിക്കും. യമുനാ ദേവിയുടെ മുന്നിൽ തലകുനിക്കുന്നു. ഡൽഹിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രവർത്തിക്കുമെന്നും മോദി പറഞ്ഞു. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ 0 നേടുന്നതിൽ കോൺഗ്രസിന് ഹാട്രിക് ലഭിച്ചിരിക്കുകയാണ്. ജനങ്ങൾ വലിയ സന്ദേശമാണ് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. അവർക്ക് പരാജയത്തിന്റെ സ്വർണ്ണ മെഡലാണ് ജനം നൽകിയത്. യമുനയെ അപമാനിച്ച ആം ആദ്മി പാർട്ടിക്കേറ്റ തിരിച്ചടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. ഡൽഹി ബി.ജെ.പിയെ മനസ്സ് തുറന്ന് സ്നേഹിച്ചു. ഈ സ്നേഹത്തിന്റെ 10 മടങ്ങ് വീക്ഷണത്തിന്റെ രൂപത്തിൽ തിരിച്ചു നൽകും. കൂടുതൽ ഊർജ്ജത്തിൽ വികസനം നടപ്പാക്കും. ഡൽഹിയുടെ ഉടമകൾ ഡൽഹിയിലെ ജനങ്ങളാണെന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനം വ്യക്തമാക്കിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.